പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 13 ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് മഹത്വം കരേറ്റുക. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തി. ഓരോ സമയങ്ങളിലും കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തി. രാവിലെ നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, മധ്യാഹ്നത്തിൽ നമ്മളെ കരുതി, ആമേൻ, സായംകാലത്തിലും കർത്താവിൻ്റെ പരിപാലനം നമ്മൾ അനുഭവിച്ചു. ആമേൻ. എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു, അപകടങ്ങൾ വരാമായിരുന്നു, അതിൽ നിന്നൊക്കെയും നമ്മളെ കാത്തു പരിപാലിച്ച നല്ല കർത്താവിന് സന്തോഷത്തോടെ അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അതുപോലെ രാത്രികാലവും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചില്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ രാത്രി കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ദൈവത്തിൻ്റെ അവല്യ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ, നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, നല്ല രാത്രികാലം ഞങ്ങൾക്ക് ദാനമായി തന്നതിന് സ്തോത്രം. അങ്ങയുടെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, അങ്ങയുടെ ദാനമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല, പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല കർത്താവ്. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തിയിട്ട് പറ, കർത്താവിന് സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം. ആമേൻ. ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് നന്ദി. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ മറച്ചു പിടിക്കുന്നതിന് സ്തോത്രം. ഒരനർത്ഥം ഞങ്ങൾക്ക് ഭവിക്കാതെ, ഒരു ബാധ ഞങ്ങളുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ പകൽക്കാലം ഞങ്ങളുടെ കാൽ കല്ലുതെറ്റി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ ഞങ്ങളെ കൈകളിൽ വഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്തു. കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ 72 സങ്കീർത്തനം 18 19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി, ആമേൻ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായി ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ. ഇന്ന് നമ്മളിലൂടെ ദൈവിക മഹത്വം ഭൂമിയിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യാം. നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ നമ്മളായിരിക്കുന്നിടത്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. അന്ത്യകാലത്ത് ആമേൻ, ഭൂമി തൻ്റെ മഹത്വം കൊണ്ട് നിറയുമെന്നാണ് പറഞ്ഞു. അപ്പം ഈ അന്ത്യകാലത്ത് നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ നിറഞ്ഞ് കവിയുന്നതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നാട്ടെ പ്രാർത്ഥനയിൽ, എല്ലാവരും ഐക്യമത്യപ്പെട്ടാട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിനെയും രാത്രിയിൽ കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ ശബ്ദം ഈ പ്രഭാതത്തിൽ ആമേൻ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൈകളുടെ സ്പർശം ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ സ്പർശനം അനുഭവിപ്പാനും ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രഭാതി രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് രോഗത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, ഒരുമിച്ച് നന്ദി പറയുന്നു, ഒരുമിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ബാക്ക് സൈഡിൽ വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. അതുപോലെ കർത്താവേ, ആമേൻ, ബോർഡ് എക്സാം
എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക ഗ്രേസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു. പ്രത്യേകമായ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. കർത്താവ് വലിയവനും വിശ്വസ്തനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. കർത്താവ് വലിയൊരു ഉണർവിന് വേണ്ടി എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാഹളം കേൾക്കുന്നതിന് മുമ്പ്, ഈ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയൊരു ഹാർവെസ്റ്റ് നടക്കാൻ പോകാറുള്ളൂ. അതുകൊണ്ട് ഹാർവെസ്റ്റേഴ്സിനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവിക സമാധാനം അനുഭവിക്കട്ടെ, ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ, ആശ്വാസം അനുഭവിക്കട്ടെ. അവർ ആർക്കും ഒന്നിനും ഒരു മുട്ടുമില്ലാതെ ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ മുന്നേറുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ആമേൻ. എല്ലാവരും അതിൽ പങ്കെടുക്കണം. ആരും തന്നെ അത് മിസ് ചെയ്ത് കളയൽ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം നമുക്ക് എല്ലാ ആഴ്ചകളിലും കർത്താവ് തരാറുണ്ട്. അതുകൊണ്ട് നാളെ ഏറ്റവും ബ്ലസ്ഡ് ആയിരിക്കും. നിങ്ങൾ എന്ത് കാരണത്താലാണെങ്കിലും അത് മിസ് ചെയ്യാതെ അത് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്തി സഭായോഗത്തെ ഒന്ന് ബ്ലസ് ചെയ്താലോ? എല്ലാവരും ചേർന്ന് പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ സഹായിക്കണം. കർത്താവ് അത്ഭുതങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ദൈവവചനത്തിൽ അകത്ത് നടക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ആമേൻ. നമുക്കെപ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ കൈവച്ച് നമുക്കൊരു ഷോർട്ട് കട്ടിലൂടെ ഒരു ഡെലിവറൻസ് കിട്ടാൻ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എപ്പോഴും ഓർത്തോണം, ഏറ്റവും നല്ല വിടുതലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലായി ആ വചനത്തിലൂടെ ലഭിക്കുന്ന വിടുതലാണ് നിലനിൽക്കുന്നത്, ശാശ്വതമായത്. കാരണം അത് തന്നിൽ നിന്ന് പുറത്തു വന്ന ഒരു ദൈവിക റെവലേഷൻ മുഖാന്തരം ഉണ്ടാകുന്ന അനുഗ്രഹമാണ്, ഡെലിവറൻസാണ്. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കുകയും, ദൈവവചനമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, തിരുവഴുത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ഭയങ്കര പവർഫുള്ളാണ്. വചനം വേദപുസ്തകത്തിനകത്തിരുന്നാൽ പോരാ, വചനം നമ്മുടെ ഹൃദയത്തിൽ വരികയും ഹൃദയത്തിൽ നിന്ന് അത് പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ പോകണം. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും ആരോഗ്യവുമാകുന്നു, അല്ലെങ്കിൽ സൗഖ്യവുമാകുന്നു. അപ്പോൾ കണ്ടോ, അപ്പോൾ ദൈവവചനം, എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ ദൈവവചനത്തിന് നമ്മുടെ ലൈഫിൽ ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. കാരണം വചനത്തിനകത്താണ് അത്ഭുതം നടക്കുന്നത്, വചനത്തിനകത്താണ് നമ്മുടെ വിടുതലുകൾ നടക്കുന്നത്. വേർഡ് ഓഫ് ഗോഡ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കാത്ത കാര്യം വചനത്തിന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിലും വചനത്തിനല്ല കൂടുതൽ സമയം കൊടുക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. പക്ഷേ ദൈവവചനം നമ്മൾ കേൾക്കുന്നതിന്, ധ്യാനിക്കുന്നതിന് കൂടുതൽ സമയം കൊടുക്കണം. എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക. കർത്താവ് അപ്പോൾ പറയുക, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ആഴത്തിൽ കടക്കുന്നത് വരെ. അപ്പോൾ നമ്മുടെ ചിന്തകളെ മുഴുവനും നമ്മൾ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ഇപ്പം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ ഭയപ്പെടുത്തും. പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അപ്പം വേണ്ടാത്ത ചിന്തകളെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കയറുവാൻ നമ്മൾ അനുവദിക്കരുത്. ആമേൻ. വേണ്ടാത്തതൊക്കെ വരുമ്പം അതിനെ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യണം. നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? പുറന്തള്ളിക്കളയണം. അത് നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ അനുവദിക്കരുത്. വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിൽ നിറഞ്ഞിരിക്കുന്നോ അതിൻ്റെ ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിജക്റ്റ് ചെയ്യണം. അതുപോലെ വേണ്ടാത്തതായ ചിന്തകൾ വരാൻ സാധ്യതയുള്ളതായ കാര്യങ്ങൾ നമ്മൾ കഴിവതും ശ്രദ്ധിക്കരുത്. അതായത് നെഗറ്റീവായ ന്യൂസുകൾ
ന്യൂസുകളൊന്നും കേൾക്കാൻ പോകരുത്, വേണ്ടാത്ത കാര്യങ്ങൾ വായിക്കരുത്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് എന്ത് വരിക, നമ്മുടെ ചിന്തകൾ അതുകൊണ്ട് നിറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ എന്താക്കണം? ദൈവവചനം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. എന്നിട്ട് നമ്മുടെ ആത്മാവിനകത്തേക്ക് നമ്മുടെ അകത്തെ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ കടത്തിവിടണം. നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹി എല്ലാം ദൈവവചനത്താൽ അങ്ങ് കുതിർന്നിരിക്കണം. ദൈവവചനം എന്നാ വന്നാലും അവരുടെ വായിൽ നിന്ന് ദൈവവചനം വരുമെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അത് നമ്മുടെ ആഴത്തിൽ കയറി പിടിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ ആഴത്തിൽ കയറി നിറയ്ക്കണം. അത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ദൈവവചനം കൊണ്ട് നമ്മളെ നിറയ്ക്കണം. അപ്പോൾ എന്നിട്ട് നമ്മളൊരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ തുറന്നു വിടണം. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പറയണം. അതാണ് പറയുന്നത്. ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരും. ഉദാഹരണം പറഞ്ഞാൽ, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തൻ്റെ ഉള്ളിൽ കിടന്നതായ വചനം പെട്ടെന്ന് പുറത്തോട്ട് വരിക. അപ്പോൾ ആ വചനം പുറത്തോട്ട് വരുമ്പോൾ എന്ത് പറ്റി? അത് ജയകരമായി തീർന്നു. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു നെഗറ്റീവ് സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമുക്ക് അത്ര സന്തോഷം തരാത്തതായ ഒരു വാർത്ത നമ്മുടെ മുമ്പിൽ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് തക്കതായ വചനം, നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന വചനത്തെ നമ്മൾ അവിടേക്ക് തുറന്നു വിടുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തുറന്നു വിടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് മുഴുവനും ആരോഗ്യം തരുമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് മുഴുവൻ സൗഖ്യം തരുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവവചനം നമ്മുടെ വായിൽ, നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ചെല്ലണം. ഹൃദയത്തിനകത്തുനിന്ന് അത് നമ്മുടെ ആത്മാവിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറണം. എന്നിട്ട് ആ വചനത്തെ നമ്മൾ ഓപ്പണാക്കി വിടുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സാഹചര്യം വരിക. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് പറയുക, നീ മരിച്ചു പോകും. ഉടനെ പറയുക, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും എന്ന് നമ്മുടെ നാവിൽ നിന്ന് ആ സ്പോട്ടിൽ വരുമ്പോൾ അത് മരണത്തെ മാറ്റി ജീവനെ അവിടേക്ക് റിലീസ് ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ശക്തിയെ റിലീസ് ചെയ്യും. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്ന ദൈവവചനം കൊണ്ടാണ്. നമ്മൾ മനുഷ്യൻ പറയുന്ന വാക്കുകൾ കൊണ്ടല്ല ജീവിക്കേണ്ടത്. അതാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെ അതിശക്തിയോടെ പറയാൻ ദൈവമക്കൾ പഠിക്കണം. അതായത് ധ്യാനിക്കണം, വചനം അകത്ത് കയറണം, വചനം നമ്മുടെ ആത്മാവിൽ ചെല്ലണം. അപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് ദൈവവചനം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതെന്ത് പറ്റും? അത് വലിയ അത്ഭുതമായി മാറും. പെട്ടെന്നൊരു പ്രശ്നമായി ഉടനെ പറയും ജോലി പോവാ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, ഇല്ല, യഹോവ എൻ്റെ ഇടയനാ, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇത് നമ്മുടെ ചെറുകെ പറഞ്ഞാൽ പോരാ, ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, നമ്മുടെ മനുഷ്യരകത്തു നിന്ന് വരണം. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരത്തക്കവണ്ണം വചനത്തെ ധ്യാനിക്കണം, വചനത്തെ നമ്മുടേതാക്കി മാറ്റണം. എന്നിട്ട് അത് തുറന്നു വിടണം, അഴിച്ചു വിടണം. വചനം അൺറാപ്പ് ചെയ്യണം, തുറന്നു വിടണം. അവിടെയാണ് അത്ഭുതങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വചനം കൊണ്ട് കർത്താവ് നിങ്ങളെ അങ്ങ് നിറയ്ക്കട്ടെ. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് സകല പൈശാചിക പദ്ധതികളെയും ജയിച്ചു കയറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.